ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ തലമുടി നല്ലതുപോലെ തഴച്ച് വളരാനും മുടി പെട്ടെന്ന് കറുക്കാനും വേണ്ടിയുള്ള ഒരു കിടിലൻ സൂത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കഞ്ഞിവെള്ളം കൊണ്ടുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ. നമ്മുടെ മുടി നല്ലതുപോലെ തഴച്ച് വളരാനും അതുപോലെ തന്നെ മുടി നല്ലതുപോലെ കറക്കാനും എല്ലാത്തിനും ഈ ഒരു കഞ്ഞിവെള്ളം നല്ലതാണ്. അപ്പോൾ നമുക്കിന്ന് ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തെളിഞ്ഞ കഞ്ഞിവെള്ളം എടുക്കണേക്കാളും കട്ടിയുള്ള കഞ്ഞിവെള്ളം എടുക്കുന്നതാണ് നല്ല കേട്ടോ. ഇവിടെ നല്ല ചൂടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മുടെ തലമുടിക്ക് ആവശ്യമുള്ളൂ അതനുസരിച്ച് നമുക്ക് വെള്ളം എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ചെമ്പരത്തി ഇലയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നല്ല ഇല നോക്കി കുറച്ച് ചെമ്പരത്തി ഇല എടുക്കുകയാണ്. അപ്പോൾ ചെമ്പരത്തി ഇലയൊക്കെ മിക്ക വീടുകളിലും കാണുമല്ലോ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ സാധാ ചെമ്പരത്തി ഇല തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ചെമ്പരത്തി ഇല എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ആ ഒരു വെള്ളത്തിലേക്ക് ഒന്ന് ചെറുതായിട്ട് പിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇവിടെ ചെമ്പരത്തി ഇല ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 സ്പൂൺ അളവിൽ ഉലുവയാണ്. അപ്പോൾ ഉലുവ തലമുടി വളരാനും അതുപോലെ തന്നെ ചെമ്പരത്തി ഇല തലമുടിയിലുള്ള അഴുക്ക് കളയാനും താരം കളയാനൊക്കെ നല്ലതാണ്. അടുത്ത് ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ തേയിലപ്പൊടിയും 1 സ്പൂൺ അളവിൽ കരിഞ്ജീരകവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന കാര്യങ്ങൾ ചെമ്പരത്തി ഇല, അതുപോലെ തന്നെ ഉലുവ, കരിഞ്ജീരകം, തേയിലപ്പൊടി, ഇതെല്ലാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിച്ചെടുക്കണം മാത്രമല്ല കേട്ടോ, നല്ലതുപോലെ കുറുക്കി ആ ഒരു ചെമ്പരത്തി ഇലയുടെ എല്ലാം നമുക്ക് അതിൽ ആ ഒരു വെള്ളത്തിൽ കിട്ടണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് നല്ലൊരു ഔഷധമാണ് കേട്ടോ. നമ്മുടെ തലമുടി നല്ലതുപോലെ ഒട്ടും മുടിയില്ലാത്തവർക്ക് നല്ല കാട് പോലെ വളരാൻ നല്ലൊരു ഔഷധക്കൂട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ആ ഒരു വെള്ളം ഒന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മുടി വളരാൻ മാത്രമല്ല, മുടി നല്ലതുപോലെ കറുക്കാനുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. തേയിലപ്പൊടി, അതുപോലെ തന്നെ കരിഞ്ജീരകം, ഇതെല്ലാം മുടി നല്ലതുപോലെ തഴച്ച് വളരാനും മുടി കറുത്ത് നല്ലതുപോലെ കിട്ടാനും എല്ലാം ഇത് ഒരു ഉപകാരപ്പെടും. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തീ ഓഫ് ചെയ്ത ശേഷം നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നല്ലതുപോലെ തണുത്ത ശേഷം മാത്രമേ നമ്മളിത് തലയിലേക്ക് തേച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കൈ കൊണ്ട് തന്നെ ആ ഒരു ചെമ്പരത്തി ഇലയെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു കൊഴുപ്പെല്ലാം ആ ഒരു വെള്ളത്തിൽ നല്ലതുപോലെ ഇറങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് തലയിൽ തേക്കുകയാണെങ്കിൽ താരൻ മാറും. അതുപോലെ തന്നെ താരനൊക്കെ മാറി അഴുക്കെല്ലാം മാറിക്കിട്ടി മുടി നല്ലതുപോലെ തഴച്ച് വളരും. ഒട്ടും മുടിയില്ലാത്തവർക്കും മുടി നല്ലതുപോലെ തഴച്ച് വളരും. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തേച്ച് കൊടുത്തുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മൾ ഈ ഒരു വെള്ളം നമ്മൾ തലയിൽ തേക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇതിൻ്റെ ആ ഒരു കൊഴുപ്പെല്ലാം നല്ലതുപോലെ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ആ ഇലയിലുള്ള. ഇനി നമ്മളിതിനെ നല്ലതുപോലെ അരിച്ച് ആ ഒരു കൊത്തെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അതെല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കൈ കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ജ്യൂസ് എല്ലാം ഒന്ന് ആ ഒരു ഇതെല്ലാം സത്തെല്ലാം നമുക്ക് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഉലുവയൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ തലമുടിക്കൊക്കെ ഏറ്റവും നല്ലൊരു ഔഷധമാണ് ഉലുവ. അതുപോലെ തന്നെ കരിഞ്ജീരകം, പിന്നെ ചെമ്പരത്തി ഇല, തേയിലപ്പൊടി, ഇതെല്ലാം നല്ലതാണ്. കഞ്ഞിവെള്ളം എന്ന് വെച്ചാൽ പറയേണ്ട ഏറ്റവും നല്ലൊരു ഇതാണ് കേട്ടോ നമുക്ക് തലമുടി വളരാനൊക്കെ. ഇനി നമ്മളിത് തലയിൽ തേച്ചതിന് ശേഷം ഒരു 20-25 മിനിറ്റ് ഇട്ടിട്ട് കഴുകിക്കളയുന്നത് നല്ലതാണ് കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് തിളച്ച കഞ്ഞിവെള്ളം ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൾഗേറ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കോൾഗേറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിതിൽ ചേർക്കുമ്പോൾ കോൾഗേറ്റ് തന്നെ ചേർക്കണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് കോൾഗേറ്റ് ഇതിലൊന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആ ഒരു കവറെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ള ആ ഒരു കോൾഗേറ്റ് എല്ലാം നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൽ എല്ലാം ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ കോൾഗേറ്റും കഞ്ഞിവെള്ളവും കൊണ്ട് കുറേ ഉപകാരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് ഇതെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
അപ്പോൾ ഞാൻ ഇവിടെ കഞ്ഞിവെള്ളത്തിലെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു കോൾഗേറ്റ് ചൂട് കഞ്ഞിവെള്ളവും കൂടി ആകുമ്പോൾ നല്ലതുപോലെ മിക്സായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതുപോലത്തെ കപ്പുകൾ, നമ്മൾ ചായയൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ സെറാമിക് കപ്പുകളുണ്ടല്ലോ, അതിലൊക്കെ നല്ലതുപോലെ കറയൊക്കെ പറ്റി പിടിച്ചിരിക്കും. തേയിലയുടെ കറയും അതുപോലെ തന്നെ അങ്ങനെ ഉള്ള കറകൾ കാണും. അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് മുക്കി വെച്ച ശേഷം ഒരു 10 മിനിറ്റ് ആയ ശേഷം നമുക്കൊരു സ്പോഞ്ച് എന്തെങ്കിലും ഉപയോഗിച്ച് അത് കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ വെളുത്ത് കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പുതിയ കപ്പ് പോലെ തന്നെ നമുക്കത് ഇരിക്കും കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കറ പിടിച്ച കപ്പും അത് നല്ലതുപോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തേച്ച ശേഷം നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കപ്പ് പുതുപുത്തനായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇതെല്ലാം ഈ ഒരു കപ്പെല്ലാം ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇനി നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ, നല്ല വെള്ളത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടോ, അതിൻ്റെ അകത്തുള്ള ആ ഒരു കറ എല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ ആ ഒരു കപ്പിൽ ഒട്ടും തന്നെ കറകളൊന്നുമില്ല, കണ്ടോ, നല്ല പുതിയ കപ്പ് പോലെ ആയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്യുക. ഇതുപോലെ എല്ലാം ഒന്ന് ഇതുപോലത്തെ ഗ്ലാസ്സുകൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ബാക്കി വന്ന വെള്ളം കളയണ്ട കേട്ടോ. ഇതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെയൊക്കെ പുറമൊക്കെ ഈ എണ്ണമയോ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഇതുപോലെ ഒരു സ്പോഞ്ചിൽ ആ ഒരു വെള്ളം മുക്കി ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു എണ്ണമയവും അതുപോലെ തന്നെ ആ ഒരു സ്മെല്ലെല്ലാം ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെയൊക്കെ ഇത് വേസ്റ്റ് വരുന്ന ആ ഒരു കോൾഗേറ്റിൻ്റെ കവറ് അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ എന്നും തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ അടുപ്പിൻ്റെ പുറമൊക്കെ നല്ലതുപോലെ വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന, ജോലി ഭാരമൊക്കെ കുറയ്ക്കാൻ പറ്റിയ നല്ല നല്ല ടിപ്സുകളാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കാം. നമ്മൾ ഇതുപോലത്തെ ഗ്ലാസ് അടുപ്പുകൾ വൃത്തിയാക്കുമ്പോൾ നല്ല സ്പോഞ്ചായിട്ടുള്ള തുണിയും അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രബ്ബറൊക്കെ ഉപയോഗിക്കണം കേട്ടോ. അല്ലെങ്കിൽ പോറലൊക്കെ വീണ് പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്ലാസിൻ്റെയൊക്കെ ഇതൊക്കെ ഇല്ലാതായി പോവാറുണ്ട്. അപ്പം ഞാൻ ഇവിടെ അടുപ്പ് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ല പുതുപുത്തനായിട്ട് തന്നെ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ ബർണർ ഇതുപോലെ മുക്കി വെച്ച ശേഷം ഒരു 10-15 മിനിറ്റ് ആയ ശേഷം നമ്മൾ കഴുകി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള പൊടിയും അതുപോലെ തന്നെ കറുപ്പൊക്കെ കുറേയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് എത്ര പഴയ ഗ്യാസ് ബർണറാണെങ്കിലും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ അതിൻ്റെ വെളുത്തൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് പുതിയ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന രീതിക്കല്ല ഇരിക്കുന്നത്, പക്ഷേ അതിൻ്റെ അഴുക്കും പൊടിയെല്ലാം മാറി നല്ലതുപോലെ ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന് മാത്രമല്ല ഈ വെള്ളം കൊണ്ടുള്ള പ്രയോജനം, നമ്മൾ നമ്മൾ കിച്ചൺ സിങ്കിലൊക്കെ മീനൊക്കെ കഴുകി ഒഴിക്കുന്ന വെള്ളമൊക്കെ വീണ ശേഷം ആ സിങ്കിലൊക്കെ സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ മാറി കിട്ടാൻ വേണ്ടി ഇതൊന്ന് ഒഴിച്ചിട്ടേ ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴുകുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലെല്ലാം മാറി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടിപ്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല നല്ല ടിപ്സുകളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.